ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ പിങ്കിയെ നോക്കിക്കൊണ്ട് ആ പേപ്പർ മേടിച്ച് ആ പേപ്പറിലേക്ക് അങ്ങ് ഒപ്പിടുക. അത് കണ്ടപ്പോൾ പിങ്കിക്ക് ശരിക്കും നെഞ്ചിടിപ്പോട് കൂടി ഇത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. നന്ദ ഒപ്പിട്ടതിന് പിന്നാലെ നമ്മുടെ ഗൗതവും ഒപ്പിട്ടു, അതായത് പിങ്കിയുടെ കൺമുന്നിൽ. ഇതെല്ലാം കണ്ട് പിങ്കിയുടെ നെഞ്ച് നീറുന്നത് നമ്മുടെ നന്ദ നന്നായിട്ട് നിന്ന് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ആ ഒരു ഒപ്പിടലും കാര്യങ്ങളും ഇതെല്ലാം ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ വേറെ കുറച്ച് കീടങ്ങളുണ്ടല്ലോ ഇവരെ ഇഷ്ടമില്ലാത്തവർ, അവരവിടെ മുഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ പിടിച്ചൊക്കെ അങ്ങനെ ഇരിക്കുക. എന്തായാലും ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ മേലുദ്യോഗസ്ഥനായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ഗൗതത്തിനോട് പറയുക. അപ്പോൾ ഓക്കെ സാർ, ശരി സാർ, ഞാൻ ഉടനെ എത്താം എന്നും പറഞ്ഞ് ഗൗതം വേഗം ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് എന്തോ ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. അതിനുശേഷം പിന്നീട് നമ്മുടെ പിങ്കി ഇതേ റൂമിൽ ചെന്ന് ഈ ചില കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു, കൺമുന്നിൽ കണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ പിങ്കി അവിടെ നിന്ന് പവിത്ര പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് അരുന്ധതിയും അതുപോലെ മോഹിനിയും അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ പിങ്കി, മോളുടെ വിഷമം അത് വല്യമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇപ്പം തളർന്നിരിക്കുകയല്ല എൻ്റെ മോള് ചെയ്യേണ്ടത്. മോളെ വിഷമിപ്പിക്കുന്നവരെ പാഠം പഠിപ്പിക്കുകയാണ് മോള് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് പിങ്കി എരിവ് കയറ്റുക. അപ്പോൾ അതെ അതെ, ആ ലക്ഷ്മിയുടെ ഈ പാവത്തിനോട് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ പോരടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ അത് സഹിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു ഈ മോഹിനിയും. പിങ്കി എരിവ് കയറ്റാൻ ഗൗതത്തെയും അതുപോലെ മോളെയും കൂടെ ചേർത്ത് അവരെന്തൊക്കെ അനാവശ്യങ്ങളാണ് പരസ്യമായിട്ട് പറയുന്നത്. മോളെന്തിനാ ലക്ഷ്മിയുടെ മുന്നിൽ ഇതുപോലെ താണു കൊടുക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഗൗതമനെയും മോളെയും ചേർത്ത് പറയുന്ന തോന്നിവാസങ്ങൾ അവൾ ഇനിയും അങ്ങ് പറഞ്ഞു നടക്കട്ടെ. മോൾക്ക് എന്താണെന്ന് ചോദിച്ചു. പിങ്കി അന്നേരം ഒരു നോട്ടം നോക്കി ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ടും അവളത് പറയുമ്പോൾ മോളും മനസ്സ് തകർന്ന് ഗൗതമിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്. ലക്ഷ്മി കാണുക ഗൗതത്തിനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുവാണേ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക. അതേ മോളെ, ലക്ഷ്മിയടുത്ത് കാണുക മാത്രമല്ല, ആ അവളുണ്ടല്ലോ നന്ദപിശാചിൻ്റെയും പിന്നെ അവളുടെ തലയണമന്ത്രം കേട്ടിട്ടാ ലക്ഷ്മിയടുത്ത് മോളോട് യുദ്ധത്തിന് വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മോള് വിട്ടുകൊടുക്കാൻ പാടില്ല കേട്ടോ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയും അരുന്ധതിയും കൂടെ മുഖാമുഖം നോക്കി ഏറ്റിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാം. എല്ലാവരും ചേർന്ന നരുന്ത് പെണ്ണിനെ മഹാറാണിയാക്കി തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ. ലക്ഷ്മിയുടെ പിൻബലത്തിലെ എന്നോടും മഹേശ്വരനോടും കാണിക്കുന്ന ധിക്കാരം മോളും സ്ഥിരം കാണുന്ന കാര്യങ്ങളല്ലേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ആ അഹമ്മദിക്കൊക്കെ അവൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ ഇവിടെ മോൾക്ക് മാത്രമേ പറ്റൂ, ഇവിടെ മറ്റാരും അതിന് പ്രാപ്തരായിട്ടുള്ളവരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കി വിടുവോ പിങ്കിയെ. പിന്നെ അതൊക്കെ നമ്മുടെ ശത്രുക്കളുടെ നേട്ടമാവുകയും ചെയ്യും നമ്മൾ തളർന്നിരുന്നാൽ എന്നും പറഞ്ഞു കൊടുത്തു. മോൾ ആഗ്രഹിച്ചതൊന്നും മോൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതി പറയുക. ഏതു മാർഗത്തിലൂടെ ആയാലും അത് നേടിയെടുത്തിരിക്കണം, സ്വന്തമാക്കിയിരിക്കണം. മനസ്സിലായോ? അതിന് മോൾക്ക് താങ്ങും തണലുമായി ഈ വലിയമ്മ ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വക എന്താ പറയുക, ഒരു വക കൾച്ചറില്ലാത്ത രീതിയിൽ ആ സ്ത്രീ ഈ പിങ്കിയോട് സംസാരിക്കുന്നു. നീ വാ മോഹിനി എന്ന് പറഞ്ഞ് മോഹിനിയും കൂട്ടിക്കൊണ്ട് ആ സമയത്ത് ഇവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് മാറി നിന്നിട്ട് പിങ്കിക്ക് അത് ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. പിങ്കിയോ വല്യമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അവിടെ നിന്ന് ആലോചിച്ച് ഭാവമൊക്കെ അങ്ങ് മാറി വലിയൊരു സെറ്റപ്പിലേക്കൊക്കെ അങ്ങ് വന്ന് നിൽക്കുവാണ്. ഇതാണ് ശരി എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗൗതം മേലുദ്യോഗസ്ഥൻ്റെ അരികിൽ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ മാരേജ് കഴിഞ്ഞു എന്ന് ചോദിച്ചു. കഴിഞ്ഞു, ഞാനത് അറിഞ്ഞില്ലല്ലോടോ. സോറി സർ, വളരെ അപ്രതീക്ഷിതമായൊരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് നടത്തേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറഞ്ഞു. ആരെയും അറിയിക്കാൻ പറ്റിയില്ല. പക്ഷേ ആ വിവാഹത്തിൻ്റെ പേരിൽ തനിക്കെതിരെ DGPക്ക് ഒരു കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു സ്ട്രോങ് കംപ്ലൈൻ്റ് ആണതെന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ. അപ്പോൾ എന്താ സാർ, എന്താ പ്രശ്നമെന്ന് ഗോവിന്ദ് ചോദിച്ചപ്പം വിക്രമനെന്നോ മറ്റു പേരുള്ള ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കല്യാണം സെറ്റ് ആയതാണെന്നും ഒഫീഷ്യലായി നടന്ന ആ കല്യാണം തടസ്സപ്പെടുത്തി താൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി എന്നുള്ളതുമാണ് പരാതിയിൽ. പരാതിക്കാരൻ XMLA ആയ ചന്ദ്രചൂഡനാണെന്നുള്ള കാര്യങ്ങളും പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഗൗതം ഒന്ന് ഞെട്ടി. കാര്യം നിസ്സാരമൊന്നും അല്ല കേട്ടോ. ഹോം മിനിസ്റ്റർ വരെ ഇടപെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉന്നത തലത്തിൽ സമ്മർദ്ദവും ഉണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ സാർ, അതിൽ ഒരു വാസ്തവവും ഇല്ല. സത്യത്തിൽ സംഭവിച്ചത് അത് താൻ എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു
ഈ ഒരു കാര്യം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല, ഒരു IPS ഉദ്യോഗസ്ഥനിലാണ്. സിറ്റുവേഷൻ ഈസ് വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് താൻ വളരെ കെയർഫുൾ ആയിരിക്കണം. എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തില്ലെങ്കിൽ തൻ്റെ ഒഫീഷ്യൽ ലൈഫിനെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ സാറ്. ഇന്ത്യൻ പോലീസ് സേനയിൽ ഉന്നത ഒരു ഭാവി തന്നെ കാത്തിരിപ്പുണ്ട്. ഇതുപോലൊരു കുരുക്കിൽപ്പെട്ട് തൻ്റെ ശോഭനമായ കരിയർ താൻ നശിപ്പിച്ച് കളയരുതെന്നും ആ സാറ് പറഞ്ഞു കൊടുത്തു. സോ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ താൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അതിനാവശ്യം താൻ വിവാഹം ചെയ്ത പെൺകുട്ടിയുടെ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും മൊഴിയുമാണ് അതാണ് ഇതിന് വേണ്ടത്. അത്രയും കൊണ്ട് കാര്യങ്ങളൊക്കെ ആകുമെന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും സല്യൂട്ടും കൊടുത്ത് നമ്മുടെ ഗൗതം അങ്ങ് പോന്നു. ആ മേലുദ്യോഗസ്ഥൻ എന്നിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുക. അങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഗൗതം ആ സാറ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. തൻ്റെ ഭാവി നശിച്ചു പോകരുതെന്നും അതുപോലെ ഇത് വലിയൊരു കേസാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം ഇരുന്ന് ആലോചിക്കുക. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് ഗൗതം. നന്ദയെ ഇനി തൻ്റെ ജീവിതത്തിൽ ഏക മാർഗമായിട്ടുള്ളൂ. നന്ദയ്ക്ക് മാത്രമേ തന്നെ ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ഗൗതം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരുന്നു. നന്ദ അന്നേരത്തേക്ക് അവിടെ ഗൗതത്തിനെ കാണാത്തതുകൊണ്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെകിളി പിടിച്ചിങ്ങനെ നടക്കുക. ഇത് വരുന്നില്ലല്ലോ എന്നുള്ളൊരിതിൽ. എന്നിട്ട് ഇങ്ങനെ നടന്ന് പുറത്തേക്ക് നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെയൊക്കെ ആകെ വെപ്രാളം കയറിയൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഈ സമയത്ത് ഗൗതം വന്നു കയറി അകത്തേക്ക് പോയി. അപ്പോൾ ഗൗതം കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അകത്ത് വന്ന് ഫോണിൽ സംസാരിക്കുക. അരുണിനെയാണ് വിളിക്കുന്നത്, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എന്താ? എടാ, ഞാൻ നന്ദയെ കല്യാണം കഴിച്ചതായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ADGPക്ക് ഒരു കള്ളപ്പരാതി ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഗൗതം. അപ്പം നന്ദ അങ്ങോട്ടേക്ക് കയറി വന്നു. അരുൺ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തപ്പോൾ, സർ എന്തു പറ്റിയെന്ന് ചോദിച്ചു നന്ദ. സാറിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ദേ, ഞാനിട്ട ചായ ഇത് കുടിച്ചാ എല്ലാ പ്രശ്നവും ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വന്ന ഉടനെ ഒരു ചായ പതിവാണെന്ന് എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുടിച്ചതെന്ന് പറഞ്ഞ് നന്ദ കൊടുത്തു. അപ്പം എനിക്കിപ്പോൾ വേണ്ട, നീ ഇപ്പം ഇതും കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടു. അപ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാനുണ്ടായിരുന്നു, അത് ഈ ചായ കുടിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടതല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു കയ്യിലിരുന്ന ഗ്ലാസ് വരെ തട്ടിക്കളഞ്ഞു നമ്മുടെ ഗൗതം. അപ്പം നന്ദ ആകെ ഷോക്കായിപ്പോയി. നന്ദ ഇങ്ങനെ ഗൗതത്തെ അന്തിച്ച് നോക്കുവാണേ. ഗൗതം അന്നേരം ഒരു ഇതുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വരുന്നതാരാ? പിങ്കി. എന്താ ഇവിടെ എന്നും ചോദിച്ചാൽ പിങ്കി പറന്നു വരുന്നത്. എന്താ ഗൗതം, എന്ത് പറ്റി എന്നും ചോദിച്ച്. എത്തിയോ? ഇവിടെ എന്ത് നടക്കുന്നുവെന്നറിയാൻ അപ്പുറത്ത് ചെവി ഓർത്തിരിക്കായിരുന്നു എന്ന് നന്ദ ചോദിച്ചു. അയ്യോ സോറി, എന്തോ താഴെ വീണ് ഉടയുന്ന ശബ്ദം കേട്ട് വന്നതേ ഉള്ളെന്ന് പിങ്കി പറയുമ്പോൾ, ആ ശബ്ദം ഈ കിടക്കുന്നത് മനസ്സിലായോ? ചായ കുടിക്കാൻ പറഞ്ഞതാ ഞാൻ ചെയ്ത തെറ്റ്. എന്താ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു നന്ദ. അപ്പോൾ അത് നിർത്തുന്നുണ്ടോ നന്ദ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പം, സാറിന് മനപ്രയാസം എന്നെ അപമാനിച്ചാണോ തീർക്കുന്നത്? അപ്പം നന്ദ, എന്തോ വലിയൊരു പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ഗൗതം ഇങ്ങനെ ഇമോഷണൽ ആവില്ല എന്ന് പിങ്കി. നീ കുറച്ച് ദിവസമല്ലേ ഇവിടെ വന്നിട്ട്, അതാ നിനക്കൊന്നും മനസ്സിലാകാത്തതെന്ന് പിങ്കി പറയുമ്പം, നീ ഇവിടെ വന്നിട്ട് 50 വർഷമായല്ലേ? ഞാൻ വരുന്നതിന് കുറച്ച് ദിവസം മുൻപ് മാത്രമല്ലേ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പം, ഒന്നിറങ്ങിപ്പോയി തരാമോന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു ഗൗതം. അപ്പോൾ ഗൗതം, പ്ലീസ് കൂൾ ഡൗൺ, ഒരു പ്രശ്നവും ഇല്ല. എന്താ ഗൗതത്തിന് പറ്റിയേ എന്നോട് പറ എന്നൊക്കെ പിങ്കി ഇങ്ങനെ എന്നിട്ട് ഗൗതത്തിനുണ്ട്. എന്നോട് ഷെയർ ചെയ്താൽ ചിലപ്പോൾ ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഒന്നുമില്ല എന്നും പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ടു. ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ച് സ്വയം പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് തുറന്നു പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴും ഗൗതം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പ്ലീസ് ഗൗതം, എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കുമ്പം, ഒരു IPSകാരനാകാൻ ഞാൻ കുട്ടിക്കാലം മുതൽ ഒരുപാട് അനുഭവിച്ചതാ, ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം ഞാനത് നേടി. ഇപ്പോൾ ഒരു കടമ നിർവഹിക്കാൻ പോയതിൻ്റെ പേരിൽ എനിക്ക് നേട്ടം നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക. അപ്പോൾ സ്വന്തം ഭാര്യയോട് പറയാത്തത് ഈ പിങ്കി വന്നപ്പോൾ പിങ്കി ചോദിച്ചപ്പോൾ പറയുവാണ് നമ്മുടെ ഗൗതം. അപ്പോൾ തൻ്റെ സ്വപ്നം, തൻ്റെ കരിയർ ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു പിങ്കി. എന്താ ഗൗതം, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. XMLA ചന്ദ്രചൂഡൻ എനിക്കെതിരെ ADGPക്ക് കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ അമ്പരപ്പോടുകൂടി ഇങ്ങനെ നോക്കുവാട്ടെ. എന്താണെന്ന് നന്ദയ്ക്കും മനസ്സിലാകുന്നില്ലേ. മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്ന് ബലമായി വിവാഹം കഴിച്ചുവെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കിക്ക് സന്തോഷമായി. കാരണം ഇത് പോകുമല്ലോ, ഒരു പോലീസ് ഓഫീസർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുന്ന വലിയൊരു ഒഫൻസാണ് തൻ്റെ നേരെ വന്നിരിക്കുന്നതെന്നും പറഞ്ഞു പിങ്കിയുടെ മുന്നിലെല്ലാം അങ്ങോട്ട് പച്ചവെള്ളം പോലെ വെട്ടി തുറന്നങ്ങ് പറയുമ്പോൾ പിങ്കിക്ക് അതൊക്കെ കേട്ട് സന്തോഷം. പിങ്കി നന്ദയെ നോക്കി എന്നിട്ട് പുച്ഛിച്ചൊരു ചിരിയൊക്കെ. പാവം നന്ദ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക. അപ്പം കേട്ടില്ലേ നന്ദ,
ഗൗതത്തിൻ്റെ ജീവിതം സ്പോയിലാകാൻ കാരണം നീയാണ് എന്നും പറഞ്ഞു പിങ്കി കിട്ടിയ അവസരം കയറി മുതലാക്കുക. നന്ദ നേരത്തേക്കും ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ കാരണമാണോ ഗൗതം സാർ? ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ എൻ്റെ കാര്യം സാറ് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ സാറിൻ്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം ഞാനല്ലേ കുറ്റവാളി? നന്ദ പ്ലീസ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഗൗതം സാറിന് വിളിച്ചപ്പോഴേക്കും ഒന്ന് ഇറങ്ങിപ്പോകാനെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തു. ഈ പിങ്കിയുടെ മുന്നിലിട്ട് നന്ദയോട് ഗൗതം ഒരുമാതിരി മര്യാദകേട് തന്നെയാണ് ഗൗതം കാണിച്ചത്. അപ്പോൾ പിങ്കിയുടെ മുന്നിൽ വെച്ച് വലിയ ഷോ കാണിച്ച ഗൗതത്തിന് തക്ക ശിക്ഷ തന്നെ നമ്മുടെ നന്ദ കൊടുക്കും, അതിന് യാതൊരു സംശയമില്ല. എന്തായാലും ആ ഇൻസൾട്ടും താങ്ങാനാകാതെ നമ്മുടെ നന്ദ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇതൊക്കെ കണ്ട് പിങ്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ നന്ദ അത് വിട്ടുകൊടുക്കുമോ? നന്ദ ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇത് കരഞ്ഞുകൊണ്ടാണെങ്കിലും നിന്നെ ഞാൻ എടുത്തോളാവടി എന്നുള്ളൊരു നോട്ടം അങ്ങനെ നോക്കി നമ്മുടെ നന്ദ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെ നേരെ നോക്കി പിങ്കി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. ഗൗതം ആണെങ്കിലോ കലി കയറി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും നന്ദയോട് ഗൗതം കാണിച്ചത് അതൊരു മര്യാദകേട് തന്നെയല്ലേ. അങ്ങനെ അതും കഴിഞ്ഞ് നന്ദ ഇങ്ങ് പോന്നു, ഗൗതം അവിടെ നിൽക്കുന്നു, പിങ്കി സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് രാധികാൻ്റിയുടെ റൂമിലേക്ക് ഓടി വന്നു നമ്മുടെ നന്ദമോള്. എന്നിട്ട് ഓടി വന്ന് കട്ടിലയിലേക്ക് കയറി അങ്ങ് കിടന്നിട്ട് പൊട്ടിക്കരച്ചിലായിരുന്നു. അപ്പോൾ എന്താ മോളെ, നീ എന്താ തലേണയൊക്കെയായിട്ട് ഇങ്ങോട്ട് വന്നേ? എന്താ പറ്റിയേ? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. മോളെ നിന്നോടാ ചോദിച്ചത്, ഞാൻ ഇനി തൊട്ട് ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. രാധികാൻ്റിയുടെ കൂടെ കിടന്നോളാം. എന്തോന്നാ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ എന്താ മനസ്സിലാവത്തില്ലേ? ഞാൻ ഇനി ഈ റൂമിലാണ് താമസിക്കാൻ പോകുന്നതെന്ന്. നീ ഗൗതം സാറിനോട് വഴക്കിട്ട് ഇങ്ങോട്ട് വന്നതാണല്ലേ എന്ന് ചോദിച്ചപ്പം വഴക്ക് പിടിച്ചിട്ട് തന്നെയാ. പക്ഷേ ഞാൻ അങ്ങോട്ടല്ല സാർ, ഇങ്ങോട്ടാ വഴക്കിട്ടത്. ഗൗതം സാറ് നിന്നെ വഴക്ക് പറഞ്ഞു. ഒന്നല്ല 2 പ്രാവശ്യം പറഞ്ഞു. എന്നെ മുറിയിൽ നിന്ന് ഇറക്കിയും വിട്ടു. എന്നാൽ നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടായി കാണും. എന്തിനും ഏതിനും എന്നെ പഴിച്ചായിരിക്കോ? ഗൗതം സാറിനെതിരെ ആ ചന്ദ്രചൂടൻ DGPക്ക് പരാതി കൊടുത്തുവെന്ന് അറിയാവോ ആൻറ്റിക്ക്? അതിൻ്റെ പേരിൽ എന്നോട് ചൂടായത്. എന്നെ സാറ് തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാണെന്ന് ഞാൻ പറഞ്ഞെന്ന്. ഈശ്വര, അതിന് കാരണക്കാരി ഞാനാണെന്ന് പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുന്നത്. അപ്പോഴേക്ക് രാധികാൻ്റിക്ക് വിഷമമായിട്ടോ. ആ പിങ്കി ഉണ്ടായിരുന്നു റൂമിൽ, അവൾ കാണിക്ക എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. നിന്നോട് വഴക്കിട്ടതാണ് എത്ര വലിയ കാര്യം. നിനക്ക് വേണ്ടി ഒരു വലിയ ത്യാഗം ചെയ്ത സാറിനെതിരെ ആ ദ്രോഹി പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയൊരു കാര്യം അത്. നീ എന്താ അത് ചിന്തിക്കാതിരുന്നെന്ന് ചോദിച്ചു. മോള് ചെന്നേ, തിരിച്ചു പോ, ഇവിടെ ഇരിക്കണ്ട, സാറിൻ്റെ കൂടെ തന്നെ ചെല്ലാൻ പറഞ്ഞു. സാറിനെ ചെന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പോവില്ല എന്ന് പറഞ്ഞു. ദേ അതാട്ടോ ഒരു നല്ല ഭാര്യ ചെയ്യേണ്ട കടമ. അതിന് ഞാൻ ഭാര്യയാണെന്ന് ആരാ പറഞ്ഞത്? നന്ദാ, എനിക്ക് ചുമ്മാ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ തറുതല പറയാൻ നിൽക്കാതെ വന്നതുപോലെ നീ തിരിച്ചു പോകാൻ നോക്കിക്കേ. പറയുന്നത് കേൾക്ക്. പോകാനാ പറഞ്ഞത്. ഞാൻ പോവില്ല എന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും പുറത്ത് ആരോ വാതിൽ കൊട്ടി. ദേ ആരാ നോക്കി. സാറായിരിക്കും. അതെ സാറ് വന്നാ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ നന്ദ കമന്നങ്ങ് കിടന്നു. പിന്നെ സാർ കാണരുതല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ദേഷ്യമൊക്കെ അടങ്ങി നമ്മുടെ ഗൗതം അങ്ങ് വന്നു. നന്ദ അങ്ങ് വന്നു എന്ന് ചോദിച്ചു. വന്നു മോനെ. വന്ന പാടേതെ കട്ടിലേക്ക് കയറി കിടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻറ്റി നന്ദ പറഞ്ഞു പഠിപ്പിച്ച് അതേപോലെ തന്നെ പറയുകയും ചെയ്തു. കയറി വന്ന് ഗൗതം നന്ദാ എന്നും പറഞ്ഞു വിളിച്ചു. മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, സോറി. ബാ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. വാശി കളയ്, വീട്ടുകാരറിഞ്ഞാലേ മോശമാണ്. ആയിക്കോട്ടെ, ഞാൻ മഹാമോശക്കാരിയാണ്. അപ്പം നന്ദാ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു ആൻറ്റി. നീ ചെന്ന് ഗൗതമോൻ്റെ കൂടെ ചെന്നേ, ചെല്ല്. നന്ദ നിന്നോട് ഞാനാ പറയുന്നേ. നന്ദ ഞാൻ വീണ്ടും തന്നോട് ചോദിക്കാം, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഇന്ന് എന്തായാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞു. നീ വരുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് വരികയേ വേണ്ട. വരുന്നില്ല. അത് കേട്ടപ്പോൾ ഗൗതം അങ്ങ് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പിന്നെയും തിരിച്ചു വന്നു. പിന്നെ നീ ഡോക്ടർ ആകുന്നത് വരെ ഈ മുറിയിൽ താമസിച്ചോളാൻ പറഞ്ഞു. ശരി, സന്തോഷമുള്ളൂ കേട്ടോ. അതുവരെ ഈ മുഖം കാണണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു നന്ദ. ശരി, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ മോനെന്നും പറഞ്ഞ് രാധികാൻ്റി വിളിക്കുക. എവിടെ നിന്ന് ഇനിയിപ്പോൾ അവിടെ തന്നെ ആയി പോവോ സ്ഥിരം എന്നുള്ള ഒരു പേടിയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്ന അവരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഓരോ സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അടുക്കള കാര്യങ്ങളെല്ലാം ലക്ഷ്മിയടത്തേക്കല്ലേ തിട്ടം. ലിസ്റ്റ് എഴുതാൻ അവളോട് പിന്നാലെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹി ഒന്നിനും ഏതിനും ഒരു ഇതുമില്ലാത്തൊരു ജന്തുവാ ഇതെന്ന് പറഞ്ഞപ്പോൾ മഹേശ്വര ഇത് ഞങ്ങളോട് പറയാതെ അവളോട് നേരിട്ട് ചെന്ന് പറയാൻ പറഞ്ഞു ഈ അരുന്ധതി. അവൾക്കതിന് നന്ദയുടെ കാര്യം നോക്കിയിട്ട് വേറൊന്നിനും സമയമില്ലല്ലോ എന്നും ഇതൊക്കെ കേട്ട് പിങ്കി അവിടെ എഴുതിക്കൊണ്ടിരിക്കുക.
അല്ല, പിങ്കി മോൾ എന്താ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? മോൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു. മനസ്സിലുണ്ടല്ലോ എന്തോ വേണമെന്ന്. എന്താ മോൾക്ക് വേണ്ടതെന്ന് ചെറിയച്ഛൻ. അപ്പോഴേക്കും മഹി, മോള് പറ, എന്താന്ന് വെച്ചാൽ മോള് പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് പിന്നെ എനിക്ക് കോൺഫ്ലക്സ് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം മഹേശ്വര ഒരു 10 പാക്കറ്റ് കോൺഫ്ലക്സ് മറക്കാതെ വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞപ്പം ഓ ശരി ശരി കേട്ടോ എന്നും പറഞ്ഞു മഹി. അപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം. വല്യമ്മേ, അങ്ങനെയാണെങ്കിലേ എനിക്ക് കുറച്ച് ഓട്സ് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു പവിത്ര വന്നു. എന്നാടി നീ ഓട്സ് എന്നുള്ള പേര് പോലും പറയാൻ തുടങ്ങിയത്? ഇപ്പോൾ അവൾക്ക് ഓട്സേ ഇറങ്ങൂ എന്നും പറഞ്ഞ് വല്യമ്മ പവിത്രയെ കളിയാക്കി. അത്രയ്ക്ക് ആർഭാടമൊന്നും നിനക്ക് ഇവിടെ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ തമ്മിൽ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ വന്നിട്ട് ഇവിടെ 2 പന്തിയിലാണോ വിളമ്പെന്ന് ചോദിച്ചു. ഷോ എടത്തി, ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു വഴക്ക് ഇവിടെ വേണ്ട. 1-2 പാക്കറ്റ് ഓട്സ് പവിത്രയ്ക്ക് വാങ്ങിച്ച് കൊടുക്കാം എന്ന് മഹി. അപ്പം മോളെ പിങ്കി, അതും കൂടെ മോൾ എഴുതിക്കോ, 1 പാക്കറ്റ് മതി കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് കിട്ടുന്നതാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ പവിത്ര ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പ്രിയ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴാണ് നമ്മുടെ നന്ദയും ആൻറ്റിയും കൂടെ ഇറങ്ങി വരുന്നത്. അവർ 2 പേരും കൂടെ ഇറങ്ങി വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് ചെന്നു. നന്ദ, 2 പേരും എവിടെയോ പോകാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. അത് പിന്നെ എന്ന് പറഞ്ഞ് രാധികാൻറ്റി പറയാൻ തുടങ്ങുമ്പം ചേച്ചി ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദ. ഓ, ഔട്ടിങ്ങിന് ഇറങ്ങിയതാണോ എന്നും ചോദിച്ചുകൊണ്ടൊരു കളിയാക്കലു അരുന്ധതി വക. എവിടേക്കാണാവോ? അത് കേട്ടപ്പോൾ ഇവർ 2 പേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും നന്ദയെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തെങ്ങാണ്ട് അരുന്ധതി നടക്കുന്നത്. ആ രീതിയിലാണ് അരുന്ധതിയുടെ കാട്ടായങ്ങളും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും കാണണം, എല്ലാവരും തന്നെ മിസ് ചെയ്യാതെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.